കൊച്ചിയിൽ ഹോട്ടലിൽ തീപിടുത്തം. സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള മുഗൾ റെസ്റ്റോറന്റിലാണ് തീപിടുത്തമുണ്ടായത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവർ പുറത്തേക്ക് ഓടിയതിനാൽ വൻ അപകടം ഒഴിവായി. ഇത് ഗ്യാസ് ലീക്ക് അല്ല, അതായത് നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്യുന്ന പാനിലേക്ക് ഗ്യാസിന് തീ കയറി പിടിച്ചതാണ്. അപ്പോൾ അതാണ് ഇഷ്യൂ. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തപ്പോൾ അത് കംപ്ലീറ്റ് തീ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. കിച്ചണിലാണ്. ഇപ്പോൾ തീ അവിടെ കുറച്ച് ഫ്ലെയിം വന്നിട്ടേ ഉള്ളൂ, അധികം ഡാമേജുകളൊന്നുമില്ല. തീ ഇപ്പം നമ്മൾ അണ്ടർ കൺട്രോളിലാണ്. അകത്തിരുന്നാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നത്. അപ്പം ഓർഡർ കൊടുത്ത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര സ്മോക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങി ആ കിച്ചണിൻ്റെ അവിടെ ആ ഭാഗത്ത് തന്നെ ഡോർ നോക്കിയപ്പോൾ തന്നെയാണ് ആ ചിമ്മിനിയുടെ മുകളിൽ നിന്നൊക്കെ മൊത്തം തീ, ഭയങ്കര തീ. ഫസ്റ്റ് വിചാരിച്ച് അവർ കുക്ക് ചെയ്യുന്നതിൻ്റെ വലിയതായിരിക്കും വെച്ച്, പിന്നെ മുകളിൽ നിന്ന് എന്തൊക്കെ വന്ന് വീഴുന്നുണ്ട്. പിന്നെ എല്ലാവരും ഇറങ്ങി ഓടുകയായിരുന്നു. മുസ്തഫ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. മുസ്തഫ, എന്താണ് സംഭവം? 9:30 കൂടിയാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള മുഗൾ റെസ്റ്റോറന്റിന്റെ കിച്ചണിൽ തീപിടുത്തമുണ്ടാവുന്നത്. ആദ്യഘട്ടത്തിൽ പുകപടലങ്ങൾ വരുന്നതിനെ തുടർന്ന് ഭക്ഷണം കഴിക്കാനിരുന്ന ആളുകളുടെ ശ്രദ്ധയിലാണ് ഇത് പെടുകയും ചെയ്തത്. അന്നേരം തന്നെ അവിടുത്തെ തൊഴിലാളികൾ ഇത് തീ കെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അതായത് ഭക്ഷണം പാകം ചെയ്യുന്ന എണ്ണ തിളച്ച പാനിലേക്ക് തീ പടർന്നതാണ് തീപിടുത്തത്തിന്റെ ഒരു പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ തീ കെടുത്താൻ വേണ്ടി വെള്ളം ഒഴിച്ചതോടുകൂടി ഈ തീ ആളിക്കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ചിമ്മിനിയുടെ മുകൾ ഭാഗത്തുള്ള വസ്തുക്കളെല്ലാം കത്തിയമരുകയും അങ്ങനെ ഒരു വലിയ പുകപടലങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. പക്ഷെ പെട്ടെന്ന് തന്നെ തീ നിയന്ത്രണ വിധേയമായി മറ്റു ഭാഗങ്ങളിലേക്ക് തീ പടരാതെ നോക്കിയത് വലിയ അപകടം ഒഴിവാക്കുകയും ചെയ്തു. നേരത്തെ നിഷാദ് പറഞ്ഞതുപോലെ ഭക്ഷണം കഴിക്കാൻ നിരവധി ആളുകളുണ്ടായിരുന്നു. ഏറെക്കുറെ 90% സീറ്റുകളിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ പുക പുറത്തേക്ക് കൂടി ഹോട്ടലിന്റെ ഉള്ളിലേക്ക് കൂടി വ്യാപിക്കുന്നത്. അന്നേരം തന്നെ ഉടൻ ഈ ഭക്ഷണം കഴിക്കുന്ന ആളുകളൊക്കെ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടതോടുകൂടി വലിയ അപകടങ്ങൾ ഒഴിവായി. അല്ലെങ്കിൽ മറ്റു തരത്തിലേക്കുള്ള തീ പടരാനോ അല്ലെങ്കിൽ ശ്വാസമുട്ട് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. എന്തായാലും ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തെത്തി. പക്ഷെ കാര്യമായ തീ പടരാത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ തീ നിയന്ത്രണ വിധേയമായി എന്നുള്ളതാണ് ശ്രദ്ധേയം. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.